നമസ്കാരം. ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. വാസ്തുശാസ്ത്രത്തിലെ ഏതാനും നാട്ടറിവുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. നമുക്ക് നേരിട്ട് തന്നെ വീഡിയോയിലേക്ക് കടക്കാം. നമുക്ക് വീട്ടുകാര്യങ്ങളിലെ നാട്ടറിവുകൾ അറിഞ്ഞു പോകാം. ആവാം കിഴക്കോട്ട്, അരുതേ വടക്കോട്ട്, വേണമെങ്കിൽ തെക്കോട്ട്, വേണ്ട പടിഞ്ഞാറോട്ട് എന്നിങ്ങനെ തലവെച്ചുറങ്ങേണ്ട ദിശയുടെ ചൊല്ല് നമ്മളുടെ പൂർവികർ പറഞ്ഞിരുന്നു. അതിലൊക്കെ ശാസ്ത്രീയ അടിത്തറകളുണ്ട്. നിങ്ങളുടെ സാഹചര്യത്തിനനുസരിച്ച് ആവശ്യമായിട്ടുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടെ ശ്രദ്ധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് കൂടുതൽ ഐശ്വര്യത്തിലേക്ക് എത്തിക്കുന്നതിന് സഹായിക്കും. ഇത്തരത്തിലുള്ള നാട്ടറിവുകളുടെ ഏതാനും വിശേഷങ്ങൾ ഒന്നിച്ച് ഒരു വീഡിയോയിലായിട്ടാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്കായിട്ട് അവതരിപ്പിക്കുന്നത്. ഏതു ദിശയിലേക്ക് തലവെച്ചുറങ്ങുന്നു എന്നതിന് അല്പം കാര്യമുണ്ട്. ഏതു ദിക്കിനും അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യം ഉണ്ടെങ്കിൽ പോലും കിഴക്കിന് അല്പം കൂടുതൽ പ്രാധാന്യമുണ്ട് എന്ന് തന്നെ പറയാം. ആവാം കിഴക്കോട്ട്, അരുതേ വടക്കോട്ട്, വേണമെങ്കിൽ തെക്കോട്ട്, വേണ്ട പടിഞ്ഞാറോട്ട് എന്ന പഴഞ്ചൊല്ല് തലവെച്ചുറങ്ങേണ്ട ദിശയുടെ ക്രമമാണ് പറയുന്നത്. അതിനനുസരിച്ച് കിഴക്കോട്ടാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. എന്നാൽ തെക്കോട്ടുമാകാം, പടിഞ്ഞാറോട്ട് വേണ്ട എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒരിക്കലും പാടില്ലാത്ത ദിക്കാണ് വടക്കോട്ട് തലവെച്ചുറങ്ങുക എന്നുള്ളത്. കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ടും തെക്കു നിന്ന് വടക്കോട്ടും പോകുന്ന അക്ഷാംശ വലയങ്ങളുടെ ശാസ്ത്രീയതയ്ക്ക് അടിസ്ഥാനമായിട്ട് തന്നെയാണ് ഈ ചൊല്ലുകൾ നിർമ്മിച്ചിട്ടുള്ളത്. ഇവയൊക്കെ ആരോഗ്യം പ്രദാനം ചെയ്യുന്നവയാണ്. സൂര്യൻ, മറ്റ് ഗ്രഹങ്ങൾ, നക്ഷത്രങ്ങൾ എന്നിവയൊക്കെ ഈ അക്ഷാംശ വലയത്തിലൂടെ ഭൂമിക്ക് ചുറ്റുമായിട്ട് കാന്തിക ശക്തി പകരുന്നു. ഈ കാന്തിക ശക്തി തന്നെയാണ് ജീവന്റെ തുടിപ്പ്. അതുകൊണ്ട് തന്നെ സസ്യസമ്പത്ത്, മണ്ണിന്റെ ഫലഭൂയിഷ്ടി, മൃഗസമ്പത്തുകളിലെ വിഭിന്നതകൾ തുടങ്ങിയവയൊക്കെ ഈ വലയവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. പ്രകൃതിയിലെ പ്രതിഭാസങ്ങൾ പോലും ഈ കാന്തിക വലയത്തെ അടിസ്ഥാനമാക്കിയാണ് മുന്നോട്ട് പോകുന്നത്. ഇനി നമുക്ക് വീടുകളും അതിന്റെ നിഷ്ഠയെ കുറിച്ചും ഒന്ന് പറഞ്ഞു പോകാം. സൂര്യോദയത്തിന് മുമ്പ് ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കുക എന്നുള്ളതാണ് അതിപ്രധാനമായിട്ടുള്ള കാര്യമായിട്ട് പറയുന്നത്. ഒരു വീട്ടമ്മയാണ് ഏറ്റവും അതിപ്രധാനമായിട്ട് ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് പ്രഭാത കൃത്യങ്ങൾ പാലിച്ചതിന് ശേഷം വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്ന പക്ഷം ആ വീട്ടിൽ ദാരിദ്ര്യം ഉണ്ടാകില്ല എന്നാണ് പഴമക്കാർ വിശ്വസിച്ചിരുന്നത്. അതൊക്കെ ശാസ്ത്രീയതയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നമ്മളുടെ പൂർവികർ വിശ്വസിച്ചിരുന്നത്. അതേപോലെ തന്നെ കിഴക്കയിൽ എഴുന്നേറ്റിരുന്നു കൊണ്ട് കരാഗ്രേ വസതേ ലക്ഷ്മി, കരമധ്യേ സരസ്വതി, കരമൂലേതു ഗോവിന്ദ, പ്രഭാതേ കരദർശനം എന്നുള്ള മന്ത്രത്തെ ജപിക്കുക. അതിനുശേഷം ഭൂമി വന്ദനമാണ് ചെയ്യേണ്ടത്. കൈകൊണ്ട് ആദ്യം ഭൂമിയെ തൊട്ടിട്ട് സമുദ്രവസനേ ദേവി പർവ്വതസ്ഥല മണ്ഡലേ വിഷ്ണുപത്നി നമസ്തുഭ്യം പാദസ്പർശം ക്ഷമസ്വമേ എന്ന മന്ത്രത്തെ ജപിക്കുക. ഈ മന്ത്രങ്ങളൊക്കെ തന്നെ മുമ്പ് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ആവർത്തിക്കുന്നില്ല. ഇപ്രകാരം കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധമായി വീട്ടിൽ വിളക്ക് കൊളുത്തുന്നത് ഐശ്വര്യത്തെ പ്രദാനം ചെയ്യുന്നതാണ്. വടക്ക് കിഴക്ക് അല്ലെങ്കിൽ കിഴക്ക് ഭാഗത്ത് അല്ലെങ്കിൽ കന്നിമൂലയിലൊക്കെയാണ് വിളക്കുകൾ കൊളുത്തേണ്ടത്. ഏത് ദർശനത്തിനും അവരവരുടെ പൂമുഖത്ത് വിളക്ക് കൊളുത്തുന്നതും ശുഭകരമാണ്. അത് ദിക്കുകൾ നോക്കേണ്ടതില്ല. ഇനി നമുക്ക് കിഴക്ക് നോക്കി പാലിക്കേണ്ട ചില കാര്യങ്ങളെ കൂടി ഒന്ന് പറഞ്ഞു പോകാം. നിലവിളക്ക് ഏറ്റവും പ്രധാനമായിട്ട് കിഴക്ക് ഭാഗത്ത് കൊളുത്തുന്നതാണ് ഏറ്റവും ഉത്തമം. പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ കിഴക്കോട്ട് അഭിമുഖമായിട്ട് ഇരിക്കുന്നതും വിശേഷമാണ്. പടിഞ്ഞാറോട്ട് ദർശനമുള്ള വീടിന്റെ പൂമുഖത്ത് വിളക്ക് കൊളുത്തിക്കൊണ്ട് കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന് പ്രാർത്ഥിക്കുന്നത് വിശേഷമാണ്. ഏത് ദർശനമായാലും പൂജാമുറി പ്രത്യേകമായിട്ടുണ്ടെങ്കിൽ അത് കിഴക്കുവശത്ത് ചെയ്യുന്നതാണ് ഉചിതം. അല്ലാത്ത പക്ഷം പൂമുഖത്ത് വിളക്ക് കൊളുത്തിക്കൊണ്ട് കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന് പ്രാർത്ഥനകൾ നടത്തുന്നത് ഉചിതമാണ്. അതുകൊണ്ട് തന്നെ വീടിന്റെ കിഴക്ക് ഭാഗത്ത് ശൗചാലയങ്ങൾ പാടില്ല. മുറ്റവും വീടും പരിസരവും ഒക്കെ ശുദ്ധിയാക്കി അതിന്റെ ബാക്കി പത്രങ്ങൾ വീടിന്റെ കിഴക്ക് ഭാഗത്ത്, പുരയിടത്തിന്റെ കിഴക്ക് ഭാഗത്തൊന്നും കൊണ്ടിടാതിരിക്കുക. എച്ചിൽ കാര്യങ്ങൾ കിഴക്കോട്ട് വലിച്ചെറിയാതിരിക്കുക. ആചാര്യന് ദക്ഷിണ നൽകുമ്പോൾ കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് ദക്ഷിണ നൽകുക. അങ്ങനെ വരുമ്പോൾ ആചാര്യൻ പടിഞ്ഞാറോട്ട് തിരിഞ്ഞു നിന്ന് ദക്ഷിണ വാങ്ങണം. വിവാഹത്തിന് വധൂവരന്മാർ താലി ചാർത്തുമ്പോഴും കിഴക്കോട്ട് ദർശനമായിട്ട് നിന്ന് വേണം അത് ചെയ്യാനായിട്ട്. എന്നാൽ തെക്ക് ദിക്കിനും നമ്മളുടെ പൂർവികർ പ്രാധാന്യം കൽപ്പിച്ചിരുന്നു. തെക്കിന്റെ പ്രത്യേകതകൾ ഇവിടെ എടുത്തു പറയാം. വീടിന്റെ തെക്ക് ഭാഗം എന്നത് വാസ്തുപുരുഷൻ, ക്ഷേത്രപാലകൻ എന്നിവരുടെ ഉത്ഭവസ്ഥാനമാണ്. ഒന്നോ രണ്ടോ തിരിനാളമാണ് വിളക്കിൽ കൊളുത്തുന്നത് എങ്കിൽ അത് തെക്കോട്ട് വെക്കാൻ പാടില്ല. പിതൃകർമ്മങ്ങൾക്കായിട്ട് ചെയ്യുമ്പോൾ മാത്രമാണ് തെക്കോട്ട് തിരി കൊളുത്താനായിട്ട് പറഞ്ഞിട്ടുള്ളത്. മരണത്തിന് ശേഷം മരിച്ച വ്യക്തിയുടെ ശിരസ് തെക്കോട്ട് തിരിച്ചാണ് വെക്കുന്നത്. മുങ്ങി കുളിക്കുമ്പോഴും തെക്കോട്ട് തിരിഞ്ഞു നിന്ന് മുങ്ങി കുളിക്കാതിരിക്കുക. കൂടാതെ മുഖം നോക്കുന്ന കണ്ണാടി, മഴു, കോടാലി അഥവാ കൈക്കോട്ട്, തൂമ്പ, മൺവെട്ടി തുടങ്ങിയ ആയുധങ്ങൾ
വെട്ടുകത്തികൾ തുടങ്ങിയവയൊന്നും തെക്ക് വശത്ത് സൂക്ഷിക്കാതിരിക്കുക. എന്നാൽ തെക്ക് ദിക്കിന് വളരെയേറെ പ്രാധാന്യമുള്ളതാണ്. ന്യായത്തിന്റെ ദേവതയായിട്ടുള്ള യമധർമ്മന്റെ കൂടി സ്ഥാനമാണ് തെക്ക് ദിക്ക്. അതുകൊണ്ട് തന്നെ തെക്ക് ദിക്കിനെ ആരും ഭയപ്പെടേണ്ടതില്ല. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ അനുവർത്തിക്കാൻ സാധിക്കുന്നവർ അനുവർത്തിക്കുക, അല്ലാത്ത പക്ഷം അതിനെ പ്രതിരോധിക്കാനുള്ള ഊർജത്തെ സംഭരിക്കുക, മറ്റുള്ള കാര്യങ്ങളൊക്കെ പോസിറ്റീവായിട്ട് നൽകുക. വടക്ക് ദിക്കും ചില കാര്യങ്ങൾക്ക് അശുഭമാണ്, ചില കാര്യങ്ങൾക്ക് ഏറ്റവും അശുഭമായിട്ടുള്ളതും വടക്ക് ദിക്കാണ്. വീടിന്റെ മുറ്റം അടിച്ചു വരുന്നത് പോലും പഴമക്കാർ കിഴക്കുന്നത് തുടങ്ങി വടക്ക് അവസാനിക്കുന്ന രീതിയിലല്ല, അത് തെക്ക് അവസാനിക്കുന്ന രീതിയിൽ വീണ്ടും ഒരു പ്രദക്ഷിണമായിട്ട് വന്നിട്ടാണ് ചെയ്തിരുന്നത്. തെക്ക് ദിക്കിലാണ് ചപ്പുചവറുകൾ കൂട്ടിയിട്ട് കത്തിക്കേണ്ടത്. അതേപോലെ തന്നെ ത്രിസന്ധിക്ക് നിലവിളക്ക് കൊളുത്തുമ്പോൾ വടക്ക് വശത്ത് പ്രത്യേകം അധികമായിട്ട് വാതിലുണ്ടെങ്കിൽ അത് അടച്ചിടണമെന്നാണ് പഴമക്കാർ പറഞ്ഞിരുന്നത്. ശ്രാദ്ധകർമ്മങ്ങൾക്ക് ഇരിക്കാൻ വേണ്ടിയാണ് വടക്ക് ദിക്ക് ഉപയോഗിച്ചിരുന്നത്. എന്നാൽ കിണർ മുതലായ കാര്യങ്ങൾ കുഴിക്കാൻ ഏറ്റവും ഉത്തമ സ്ഥാനങ്ങളിൽ ഒന്ന് വടക്ക് ദിക്കാണ്. അതേപോലെ തന്നെ വടക്ക് കിഴക്ക് മൂലയും കിഴക്ക് ഭാഗവും ഒക്കെ ഉത്തമങ്ങളാണ്. എന്നാൽ തെക്ക് കിഴക്ക് ഭാഗത്ത് കിണറിന് സ്ഥാനങ്ങളില്ല. വീട് നിർമ്മാണവും ചിട്ടയില്ലാത്ത ജീവിത രീതികളും നമ്മളെ ബാധിക്കാം. അതിലെ ചില കാര്യങ്ങൾ നമുക്ക് പഴമക്കാർ പറഞ്ഞിട്ടുള്ളതൊന്ന് എടുത്തു പറയാം. ആധുനിക കാലത്തെ ഗൃഹനിർമ്മാണവും ചിട്ടയില്ലാത്ത ജീവിതവും ഒക്കെ കുടുംബത്തിലെ സന്തോഷത്തെ മുഴുവൻ തകർക്കുന്നതാണ്. നഗരങ്ങളിലൊന്നും തന്നെ വീട്, ഫ്ളാറ്റ് തുടങ്ങിയവയൊക്കെ തന്നെ വാസ്തുശാസ്ത്രത്തിനനുസരിച്ചല്ല വെക്കുന്നത്. അത് ദിക്കൊന്നും നോക്കാറില്ല. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വാസ്തുപുരുഷ യന്ത്രം, പഞ്ചശിരസ് സ്ഥാപിക്കുക തുടങ്ങിയ കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ആ ദോഷങ്ങളെയൊക്കെ മറികടക്കാനായിട്ട് സാധിക്കും. പല സ്ഥലങ്ങളിലും ടിവിക്ക് മുന്നിൽ ഇരുന്നു കൊണ്ട് ഭക്ഷണം കഴിക്കുന്നതും മടിയിൽ വെച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നതും ഒക്കെ ശീലമായിരിക്കുകയാണ്. അതെല്ലാം ഇന്നത്തെ കാലഘട്ടത്തിന്റെ പ്രത്യേകതകളാണ്. പഴമക്കാർ പറഞ്ഞിരുന്നത് വീട്ടിൽ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് സ്വസ്ഥമായിട്ടിരുന്ന് ഭക്ഷണം കഴിക്കണം എന്നുള്ളതാണ്. ഡൈനിങ് മുറിയോ അടുക്കള തന്നെയോ നമുക്ക് അതിനായിട്ട് ഉപയോഗിക്കാം എന്നാണ് പൂർവികർ വിശ്വസിച്ചിരുന്നത്. വാസ്തുശാസ്ത്രത്തിലെ ചില കാര്യങ്ങൾ ആണ് എടുത്തു പറഞ്ഞിട്ടുള്ളത്. എല്ലാ ദിക്കിനും അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യമുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ സാധിക്കാവുന്നത്ര ചെയ്യുക, അല്ലാത്ത പക്ഷം അവിടെ പോസിറ്റീവ് എനർജി, അനുകൂല ഊർജം ഉടലെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഈശ്വര പ്രാർത്ഥന നടത്തുക. അതിലൂടെ നമുക്ക് ഊർജത്തെ ലഭിക്കുന്നതാണ്. ആ ഊർജത്തിലൂടെ നമുക്ക് ജീവിതത്തിൽ വളരെയേറെ നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കുന്നതാണ്, ഐശ്വര്യം നേടിയെടുക്കാൻ സാധിക്കുന്നതാണ്. എല്ലാവരുടെയും ജീവിതത്തിൽ ഐശ്വര്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വിഷയങ്ങളും വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.